കാല് വെട്ടണാലും ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ ഞാൻ പോയത് താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ജനങ്ങൾ രോക്ഷാകുലരായി തുടങ്ങി. ഷഹബാസ്, താമരശ്ശേരി ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 5 കുട്ടികൾ അല്ലെങ്കിൽ 5 വിദ്യാർത്ഥികൾ അങ്ങ് ജുവനൈൽ ഹോമിൽ ഉണ്ടായിരുന്നു. ആ ജുവനൈൽ ഹോമിൽ ഇന്ന് അവരുടെ SSLC പരീക്ഷ നടത്തുകയാണ്. ഈ ഒരു പരീക്ഷ അവരെ എഴുതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ അവിടെ ആ ഒരു വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അകത്തിരുന്ന് സുഖമായി പോലീസുകാരുടെ ഒരു സംരക്ഷണത്തിൽ അവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാവം പയ്യനെ കൊന്നിട്ട് 10ലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 5 പേർ. ആ 5 പേരുടെയും അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പയ്യന്റെ വോയിസ് ക്ലിപ്പ്, അവന് ഒരു പേടിയുമില്ല. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പുച്ഛിച്ചുകൊണ്ടുള്ള അവന്റെ സംസാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ രോക്ഷാകുലരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചു മുമ്പ് ഒരു ടീച്ചർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ടീച്ചറിനൊരു കയ്യടി കൊടുക്കണമെന്ന് തോന്നി. നേരിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം ആ ടീച്ചറിന്. സത്യം, എന്റെ മനസ്സുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി. ആ ടീച്ചർ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. ഗൾഫിലുള്ള പോലത്തെ ശിക്ഷകൾ ഇവിടെ വരണം. ഇത് കാലങ്ങളായി ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്. ഗൾഫിലുള്ള ശിക്ഷകൾ തന്നെ പല കുറ്റകൃത്യങ്ങൾക്കും അവിടെ കൊടുക്കുന്ന ശിക്ഷകളുണ്ട്. അത് വരണം ഇവിടെ. അത് വന്നെങ്കിൽ മാത്രമേ ഒരു പേടിയും ഇല്ലാതെ. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 10ൽ പഠിക്കുന്ന പിള്ളേരാണ്. അവന്മാര് കൂടുള്ള ഒരുത്തിനെ തീർത്തു. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ചർച്ചയാണ്. നമ്മളെ ഒന്നും ചെയ്യില്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. വെറും ആണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. പേടിയില്ല. ഇന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് പേടിയില്ല. എന്തും ചെയ്യാം. ആരെയും കൊല്ലാം, ആരെയും പീഡിപ്പിക്കാം. ഏത് രാത്രിയിൽ, ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും ആരെയും ഉപദ്രവിക്കാം. ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യില്ല. കൂടിപ്പോയാൽ 1-2 വർഷം ജുവനൈൽ ഹോമിലിടും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങും. ഇതല്ലേ ആ കുട്ടികളുടെ മൂഡ്? ഇതല്ലേ കഴിഞ്ഞ ദിവസം അവന്മാർ പറയുന്നത് കേട്ടത്? ഈ ടീച്ചർ പറയുന്ന പോലെ തന്നെ കേരളം മുടിഞ്ഞു എന്നുള്ള കാര്യം 101% എനിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അറിയാം. മുടിഞ്ഞു. കുറെ ഇച്ചിരിയെങ്കിലും തലയ്ക്കകത്ത് ബുദ്ധിയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഇവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് പുറത്തോട്ട് പോയി ഇല്ലേ? അതുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾ കുറെ പേര് പറയുന്നത്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നതെന്ന്. സ്വാതന്ത്ര്യമില്ല നമ്മുടെ നാട്ടിൽ, ഇല്ല. ഈ മരണപ്പെട്ടു പോയ പയ്യൻ, അവനുണ്ടായിരുന്നോ സ്വാതന്ത്ര്യം? അവന് നീതി കിട്ടിയോ ഇവിടെ? അവന്റെ മരണത്തിന് അവനൊരു സ്വാതന്ത്ര്യം കിട്ടിയോ? ഇല്ല. അവനെ കൊന്നവന്മാരിതാ സുഖമായിട്ട് ഇവിടുത്തെ പോലീസുകാരുടെ സംരക്ഷണത്തിലിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. അതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട പോലീസുകാർ കാവൽ നിൽക്കുന്നത്. അവരുടെ ഗതികേട്. അവരെ ഇപ്പൊ നമുക്കൊരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഗതികേട്. മേലാളന്മാർ മേലെന്ന് പറയുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വടിയെടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ബാക്കി കേൾക്കൂ, എന്നിട്ട് ഞാൻ പറയാം. കൈ വെട്ടണം, കാല് വെട്ടണം, അല്ല ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ ഞാൻ പോയത് താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെയായത്. ചൂരവടി കൊടുക്കണം. നല്ല അടി കിട്ടി തന്നെയാ ഞാനും, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും വളർന്നതല്ലേ.
നല്ല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ടീച്ചർമാരെ നമ്മളെ. പക്ഷെ ഇന്നും ആ ടീച്ചർമാരെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലും സ്നേഹം പുതുക്കാനായിട്ട്. ആ തല്ലിയത് കൊണ്ട് നന്നായല്ലോ, ഇച്ചിരിയെങ്കിലും നന്നായി, മറ്റേ മഹത് വ്യക്തിയായെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഇത്തിരിയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടല്ലോ എന്നുള്ളൊരു അവരുടെ ആ തല്ലിന്റെ പുറത്താണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചെല്ലും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ചെല്ലുവോ? കല്ല് വലിച്ചെറിയോ അവന്മാര്? ഇല്ലേ? ഈ 2K കിഡ്സ് എന്നും പറഞ്ഞ് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കുറെ എണ്ണം. ഇൻസ്റ്റാഗ്രാമിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഞങ്ങളാണ് സൂപ്പർ എന്നും പറഞ്ഞിരിക്കുന്ന കുറെ എണ്ണങ്ങള്. അതുങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. അതുങ്ങളുടെയൊക്കെ മൈൻഡും ഇത് തന്നെ ആയിരിക്കും, അതിന്റെയൊക്കെ മെന്റാലിറ്റിയും ഇത് തന്നെ ആയിരിക്കും. കൂടെ നിൽക്കുന്നവനെ തല്ലുക, കൊല്ലുക. ഞങ്ങളെ ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ നിയമം ഒന്നും അല്ല, മനസ്സിലായില്ലേ? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ ഒരു പോരായ്മയാണത്. അത് ഇവിടുത്തെ എന്തുകൊണ്ടത് മനസ്സിലാവുന്നില്ല ആർക്കും എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ സുപ്രീം കോടതി ആണെങ്കിലും ശരി, ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിലും ശരി, എല്ലാവരും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. ഈ ടീച്ചർ പറഞ്ഞ കണക്ക് കയ്യും കാലും വെട്ടിക്കളയണമെന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് കൊടുക്കുന്ന ശിക്ഷ അത് ഇവിടെ ഓരോരുത്തർക്കും ഒരു പാഠമായിരിക്കണം. പിന്നെ ഒരുത്തനും ആ തെറ്റ് ചെയ്യാൻ തോന്നരുത്. അതുപോലെ കൊടുക്കണം പണി. അല്ലാതെ ഇതേപോലെ കൊച്ചു പിള്ളേരാണ്, അവന്മാര് തല്ലിക്കൊന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവന്മാര് പരീക്ഷ എഴുതിക്കോട്ടെ, അവന്മാര് നാളെ പഠിച്ച് വലിയ ആളുകളാവണം, ഇതൊക്കെ മാറണം. ഇപ്പൊ ഈ പയ്യനെ തല്ലിക്കൊന്നവന്മാര് പഠിച്ച് വലിയ ആളുകളായിട്ട് എന്ത് ചെയ്യാനാ ഇവിടെ? എന്ത് ചെയ്യാനാ? അവന്മാരായിരിക്കും നാളത്തെ പഠിച്ച് വലുതായി ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാരായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ട് മാറുന്നത്. അവന്മാരൊന്നും ഒരിക്കലും പഠിച്ചു വലുതാവണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പറയുവോ? ബാക്കി ടീച്ചർമാരെ കൈ ചൂലവടി വേണം, അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ, ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. അടി മേടിക്കാൻ അർഹതയുള്ളവന്മാർക്ക് അടി കൊടുത്തു തന്നെ വളർത്തണം, മനസ്സിലായില്ലേ? ഇന്ന് പേടിയാണ്, ഇന്ന് ടീച്ചർമാർക്ക് പേടിയാണ്. ഇന്ന് അടിയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ടീച്ചർമാരൊക്കെ അടിക്കുന്നുണ്ടോ എന്ന്. ഇല്ല. കാരണം അടിച്ചു കഴിഞ്ഞാൽ അത് വേറെ വലിയ പ്രശ്നമായി മാറുക, ഇല്ലേ? വേണം, ആവശ്യത്തിന് അടിക്കുകയും എല്ലാം വേണം എന്ന് വെച്ചിട്ട് ചില ടീച്ചർമാരുണ്ട് കുട്ടികളെ വളരെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നവര്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ തെറ്റ് കണ്ടാൽ ചൂരലെടുത്ത് ഉണ്ടിക്ക് 2 അടി കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. അതിവിടെ വേണം. അന്ന് ഇത്രയും ക്രിമിനലുകൾ ഇവിടെ ഇല്ല, മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ അല്ല ഇന്ന്. ഇന്ന് ഓരോ മുക്കിലും മൂലയിലുമുണ്ട് പതുങ്ങിയിരിക്കുന്ന ഓരോ ക്രിമിനലുകൾ. എവിടുന്നാണ് ഇതൊക്കെ ശരിയാക്കേണ്ടത്? സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തന്നെ അടിച്ച് തന്നെ വളർത്തണം. വീട്ടുകാർക്ക് അടിക്കാൻ പേടിയാ. ഇവന്മാരൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോ? കൊടുക്കണം, അടിച്ച് പൊട്ടിക്കണം. എത്ര ദിവസമാര് പോയി പുറത്ത് കിടക്കും? എത്ര ദിവസമാര് പട്ടിണി കിടക്കും? ഉമാര് പോയി പണിയെടുക്കുവോ? എത്ര ദിവസം ഉമാർക്ക് ആരെങ്കിലും പണി കൊടുക്കും? അതിനൊക്കെ വേറെ വകുപ്പ് വരും, ബാലപീഡനം എന്നും പറഞ്ഞ്, ഇല്ലേ? അതുകൊണ്ട് ആ സാധനമൊക്കെ അങ്ങ് വിടുക. കൊടുക്കുന്ന സമയത്ത് അടിച്ച് പൊട്ടിച്ച് തന്നെ ഉമാരെയൊക്കെ വളർത്തണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് ഈ ഷഹബാസിന്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ വേദന അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവും, വലുതായിട്ട് മനസ്സിലാവാനായിട്ട് ഞാനൊരു അച്ഛനല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കും ഈ പ്രോപ്പറായിട്ടുള്ള ഈ അച്ഛന്റെ വിഷമം നല്ല രീതിയിൽ മനസ്സിലായേനെ. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് കാണും, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഈ ഗവൺമെൻറ്. അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കാര്യം വളരെ വിഷമം. ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നോക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോവേണ്ടതായി. അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ്. പാവം ഷഹബാസ്, അവൻ എഴുതേണ്ടതായിരുന്നു ഇന്നത്തെ ആ പരീക്ഷ. അവൻ എഴുതാൻ പറ്റിയില്ല, മരണപ്പെട്ടത് കൊണ്ട്. പക്ഷെ അവനെ കൊന്നവന്മാർക്ക് എഴുതാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതാണ് കേരളം, മലര് കേരളം, അങ്ങനെ തന്നെ പറയണം. ബാക്കി നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമുക്കിന്നുണ്ട്. പക്ഷേ ഇത് സാധാരണഗതി SLC പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ വരെ മാറ്റി നിർത്താറാണുള്ളത്. ഒരു കൊലപാതകിയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട്. ഭാര്യയായി കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അത് സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്ക് വിളിച്ച് ഓരോ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ആ സഹപാഠികൾക്കും മാത്രമല്ല, ഈ ഒരു വാർത്ത കാണുന്ന നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് സങ്കടം വരുന്നില്ലേ?
അവനെ കൊന്നവന്മാർക്ക് പോയി പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് എന്നൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പുച്ഛം തോന്നുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനൽ വഴി കാണുന്നുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇത് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ്. ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇത് ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാൻ മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ. എന്നാൽ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാവും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോൾ ഓർക്കൊന്നുകൂടി പ്രശ്നമല്ല. കാര്യങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെന്റും ഞങ്ങളെ കൂടെ ഉണ്ട്. ഇനി മുന്നോട്ട് എന്തും ചെയ്യാം. സത്യമല്ല പിതാവ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം വളരെ മാന്യമായിട്ടൊരു കാര്യം പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു കൊല്ലം ആ പയ്യനെ അങ്ങോട്ട് തീർത്തതേ ഉള്ള അവന്മാര്. ഉടനെ അവന്മാരെ പിടിച്ച് പരീക്ഷ എഴുതിപ്പിച്ച് വലിയ ആൾക്കാരാക്കാനുള്ള ഒരു മുന്നേറ്റത്തിലാണ് ഇവിടുത്തെ ഗവൺമെന്റ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു വർഷം ഇവന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാതെ അടുത്ത വർഷം അവന്മാരെ ഉണ്ടാക്കിക്കോട്ടെ. എടുത്ത് പൊക്കി വെച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യും. കൂടിപ്പോയാൽ 2-3 കൊല്ലം, 2 കൊല്ലം മാക്സിമം, അത്രയൊക്കെയല്ലേ അവന്മാരെ അകത്തിടാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവന്മാർ എന്തായാലും പുറത്തു വരും. അല്ലാതെ കൂടുതലായിട്ട് ഇവിടെ അവന്മാരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഈ വർഷം ആ പയ്യന്റെ മരണത്തോട്, അവന്റെ ആത്മാവിനോട് ഒരു ഇച്ചിരി നീതി ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ സർക്കാരിന്, ഇവിടുത്തെ നീതിക്കും ഒക്കെ പൊക്കി നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ ഒരുപാട് ലിറ്ററേച്ചർ റേറ്റ് വേണ്ട, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ. ഇച്ചിരി നന്മ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആ പയ്യനോട് കാണിക്കാൻ മേലായിരുന്നോ? കഷ്ടം. ഞാനൊരിക്കലും ആ പിള്ളേരെ പരീക്ഷ എഴുതിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് അടുത്ത വർഷം ആയിക്കോട്ടെ, അതിന്റെ അടുത്ത വർഷം ആയിക്കോട്ടെ, എഴുതിപ്പിക്കരുത് അവന്മാരെ. ഒരുത്തന്റെ ജീവിതം കളഞ്ഞിട്ട് അവന്മാർക്കൊക്കെ ഇനിയും ജീവിക്കണം അല്ലേ? ഞാനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അവന്മാരും ജീവിക്കണ്ട. അത് ഞാൻ ഇത്രയും എനിക്ക് ഹിറ്റ് ആവാനുള്ള കാരണം നിങ്ങൾ കേട്ടതായിരിക്കും. ഭൂരിഭാഗം ആളുകളും അവന്മാര്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, ആ പയ്യനെ തീർത്തതിന് ശേഷം അവന്മാരിരുന്ന് ആ ഇൻസ്റ്റഗ്രാമിൽ അവന്മാരുടെ സംസാരം, അത്രയും ഒരു അഹങ്കാരമുള്ള അവന്മാർ ഇനി വളർന്നു വന്നാൽ ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാർത്ത ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇനി ഞാനൊന്നും കാണിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആ പിതാവിന്റെ സംസാരം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വീണ്ടും സങ്കടം വരുന്നു. അത്രയും ദയനീയ അവസ്ഥയിലാണ് അവര്. അവർക്ക് ആകെ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇക്കൊല്ലമെങ്കിലും അവന്മാരെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കുക. സ്വന്തം മകനിരുന്ന് എഴുതേണ്ടതാ അവിടെ. അതിന് അവന് പറ്റിയിട്ടില്ല. എന്നിട്ട് അവനെ തീർത്തവന്മാർക്ക് പറ്റും. അറ്റ്ലീസ്റ്റ് ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഇച്ചിരിയെങ്കിലും അവരോട് ഇച്ചിരി കരുണ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാണിക്കാൻ മേലായിരുന്നോ? കഷ്ടം. ഇങ്ങനെ പോയാൽ കേരളം ഇനി അധികം നാള് ഇവിടെയൊക്കെ മറ്റേ സൊമാലിയ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി മാറും കേട്ടോ, ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഇവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പണ്ട് ഞാൻ +1 പഠിക്കുമ്പോൾ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത്, വേറൊരു സ്കൂളിലെ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സംഗതി വേറൊന്നുമല്ല, അവര് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്തിനെ കോപ്പി അടിച്ചതിന് പൊക്കി, എന്നിട്ട് ഡീബാർ ചെയ്തു ആ പയ്യനെ. അപ്പോ എൻ്റെ സുഹൃത്തിന്റെ ആ ഒരു സുഹൃത്ത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നളിയാ, നീ മണ്ടത്തരമാണെന്ന് കാണിച്ചത്. നീ കോപ്പി അടിക്കരുതായിരുന്നു. മറിച്ച് നീ നിന്റെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഇച്ചിരി വൈരാഗ്യം തോന്നിയ ഏതെങ്കിലും ഒരുത്തന്റെ തലയങ്ങ് അടിച്ചു പൊളിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? കൂടിപ്പോയ 2 വർഷം കളിയാ നിന്നെ ചിലപ്പോൾ ജുവനൽ ഹോമിലൊക്കെ ഇടും. പക്ഷെ ആ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇപ്പം നടക്കുന്ന കണക്ക് പോലീസുകാരൊക്കെ നിന്നെ പൊക്കിയെടുത്ത് മറ്റേ സേഫ് ആയിട്ട് ഇരുത്തി അകത്തിരുത്തി പരീക്ഷ എഴുതിച്ചേനെ. ചിലപ്പോൾ നിനക്ക് ഇപ്പോഴത്തെ സർക്കാർ തന്നെ ആയിരുന്നു അന്ന്, എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്ന് നിനക്ക് ബുക്കൊക്കെ വരെ തുറന്നു വെച്ച് തന്നേനെ. നിനക്ക് കോപ്പി അടിക്കേണ്ട വരത്തില്ലായിരുന്നു. സുഖമായിട്ട് നോക്കി എഴുതി നിനക്ക് റാങ്ക് മേടിക്കാറുന്നളിയ. അല്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒന്നും ചെയ്യത്തില്ല. അത് അന്നും ഒന്നും ചെയ്യത്തില്ല. അത് പേടിക്കണ്ടായിരുന്നു. കൂടിപ്പോയ 2 വർഷം. മനസ്സിലായില്ലേ? കോപ്പി അടിക്കുന്നവന്മാരെ ഇവിടെ 3 വർഷത്തേക്ക് ഡീബാർ ഉണ്ടാക്കാം. ഒരുത്തനെ തല്ലിക്കൊന്നവനെ പിടിച്ചിരുത്താം, എന്നിട്ട് സുഖിപ്പിക്കാം എല്ലാ സൗകര്യങ്ങളോടും കൂടി. ചിക്കനൊക്കെ ആയിരിക്കത്തില്ലേ ജുവനൽ ഹോമില്? കൊടുക്കണം, നല്ലതാ, വളർത്തണം. ഉമാരൊക്കെ നാളെ ഇറങ്ങട്ടെ, എന്നിട്ട് അമ്മ പെങ്ങന്മാരുടെ തലയൊക്കെ അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ.